ഈ വ്ളോഗ് എടുക്കാൻ നേരത്തെ അത് ഓസി ടോക്കീസ് ആണ്, മനസ്സിലായി. അത് പുള്ളിക്കാരുടെ ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പൊ അതിൽ കിടന്ന് നമ്മൾ ആക്ച്വലി ഓവറായിട്ട് നമ്മൾ സംസാരിക്കാൻ പാടില്ല. അവരുടെ ചാനലാണ്, അത് അവർ സംസാരിക്കാൻ, നമ്മൾ സപ്പോർട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. നമ്മൾ ഭയങ്കര ഓവർ ഡു ആക്ച്വലി നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ബിക്കോസ് അത് അവരുടെയാണ്. അപ്പം സിൽവർ പ്ലേ ബട്ടൺ ആയാലും ഗോൾഡൻ പ്ലേ ബട്ടൺ ആയാലും എല്ലാം കിട്ടിയത് അവരെ കഴിവുകൊണ്ട്. അപ്പം നമ്മൾ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഒരു സാധനം ആയിട്ട് രണ്ട് ആളാവാൻ വേണ്ടി നമ്മൾ ആക്ച്വലി സംസാരിച്ചാണല്ലോ. അതേപോലെ തന്നെയാണ് ഈ ഇന്റർവ്യൂ. ഒരു ദിയ കൃഷ്ണ അല്ലാതെ ഞാൻ വേറൊരാളെ ആക്ച്വലി ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് ഞാൻ സംസാരിക്കത്ത് ഇല്ലാത്തത് ഒരു 50% ചാൻസ് കുറവാണ്. ഇതുപോലും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ യു ഷുഡ് ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ എന്ന് പറയത്തില്ലേ, അതിലൊക്കെ നമ്മൾ അങ്ങനെ ആയിരിക്കണം. അത് ഒരു തോട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും കാണും. ബിക്കോസ് എന്താ, നമ്മൾ ഓവർ ഡു ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ ഇന്റർവ്യൂ വരുമ്പോൾ അതിൻ്റെ അടിയിൽ ഉണ്ടാവും അധികം എന്തൊരു അധിക പ്രസംഗിയാണ്. അത് കേൾക്കുമ്പോൾ ഒരു സുഖം. എന്തൊരു ബോസിയാണ്, അശ്വിൻ എന്തൊരു പാവം, അവക്കൊന്ന് വാ അടച്ചൂടെ, അവരെ ഒന്ന് സംസാരിക്കാൻ. കാരണം സത്യം പറഞ്ഞാൽ ഇതാണ്, ബിക്കോസ് പുള്ളിക്കാരി കാരനാണ് ഇത് വന്നത്.